ചൂരൽമല സ്വദേശി ഷൗക്കത്തിന് ലഭിച്ച വീട്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സന്ദർശനം നടത്തിയത്. ലഭിച്ച വീടിൽ പൂർണ്ണ സന്തോഷവാനാണ് ഷൗക്കത്തും കുടുംബവും. ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പ് പ്രാരംഭഘട്ടത്തിൽ 178 വീടുകളാണ് പണി പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്തത്. ഇന്ന് ഈ ഉദ്ഘാടന വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ ഒരു വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ആ വീട്ടിലാണിപ്പോൾ ഞാൻ ഉള്ളത്. ഇത് ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ വീട് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹവും കുടുംബത്തോടൊപ്പം ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വലിയ ഹാളുണ്ട്. ഹാളിൽ നിന്നും 2 ബെഡ്റൂമുണ്ട്, ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമും അതോടൊപ്പം തന്നെ ഒരു കോമൺ ബാത്റൂം അടക്കമാണ് വീടുള്ളത്. ഷൗക്കത്തൊക്കെ എങ്ങനെയുണ്ട്? വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? വീടൊക്കെ ഇഷ്ടപ്പെട്ട്. ഈ വീടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതും. ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ഒരുപാട് സന്തോഷം. ഈ സർക്കാരിന് ഒരുപാട് നന്മകളും നേരുകയാണ്, ബിഗ് സല്യൂട്ടും നേരുകയാണ്. കാരണം ഞങ്ങളൊക്കെ കൂട്ടുപിടിച്ച് ഈ നിലയിൽ ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചു. വളരെ നന്ദിയുണ്ട്. എന്താ വാക്കുകളില്ല പറയാൻ. അതേപോലെ ബഹുമാനപ്പെട്ട കലക്ടർ രാവും പകലും ഇവിടെ തന്നെയാണ്. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പാവമാണ് സ്ത്രീ. വീടിന്റെ അകത്തേക്ക് കയറിയാൽ ഇതൊരു ബെഡ്റൂമാണ്. എല്ലാ സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ തന്നെ പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല വീടാണ് കിട്ടിയിട്ടുള്ളത്. വീട് ഇഷ്ടമായോ? എന്താ പേരെന്താ? അമാൻ. വീടൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ വീട്? ഇഷ്ടപ്പെട്ടു? മോക്ക് ഇഷ്ടപ്പെട്ടോ വീട്? ഇഷ്ടപ്പെട്ടു. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആ റൂമാണ് ഇഷ്ടപ്പെട്ടത്. ആ റൂം വേണമെന്നാണോ? ഇഷ്ടപ്പെട്ടോ? വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ, സന്തോഷായി. എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു, പിള്ളേർക്കടക്കം വീട് ഇഷ്ടപ്പെട്ടു. അതെ. ഞങ്ങൾക്ക് എന്നോ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇതിന് ആദ്യ വീട് കണ്ട് പോയ ആളുകളാണ്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ അന്ന് ഞങ്ങളും നിർദ്ദേശിച്ചിരുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരുമിച്ച് താമസിച്ചവർ, അടുത്തടുത്ത് താമസിച്ചവർ ഇവിടെയും അതുപോലെ താമസിക്കുമ്പോൾ അതിന്റെ ഒരു ആംബിയൻസ്, അതിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ആ കൂട്ടായ്മ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇനി എന്തെങ്കിലും പറയണ്ടോ അവസാനമായിട്ട് ഞങ്ങളുടെ സർക്കാരിന്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി സാറിന് ബിഗ് സല്യൂട്ട് ചെയ്യാണ്. സന്തോഷത്തോടെ സല്യൂട്ട് ചെയ്യാണ്. വീടുകൾ പൂർണ്ണമായും അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഉടനെ തന്നെ ഇവിടെ പൂർണ്ണതോതിൽ ജീവിതം പുനരാരംഭിക്കാൻ ഈ ഗുണഭോക്താക്കൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷാഫിയോടൊപ്പം ചൂരൽമലയിലെ അവർക്കായി നിർമ്മിച്ചിട്ടുള്ള ടൗൺഷിപ്പിൽ നിന്നും ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം.